എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു മസാല ചായ ഉണ്ടാക്കിയാലോ. ഇപ്പം നല്ലൊരു തണുപ്പ് കാലമല്ലേ. ഇവിടെയാണെങ്കിൽ ഭയങ്കര മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഈ മഴയത്ത് നല്ല തൊണ്ട കറകറപ്പെല്ലാം മാറുന്ന പോലത്തെ ഒരു ചായ, നല്ല ടേസ്റ്റാണ്. ഇഞ്ചി ചായ, ഇഞ്ചി നല്ല മസാലകളെല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു ചായ. അപ്പോൾ അതിനെന്തെല്ലാം വേണ്ടെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്റ്റൗ കത്തിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നിന്നുള്ള മസാല ഒന്ന് ചുക്കിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ചുക്കിനേക്കാളും നല്ലത് ഇഞ്ചിയാണെന്നാണ് പറയുന്നത്. ഒരു 3 ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രാമ്പു, അത് ചതക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. അത് അതിൽ നിന്നൊന്ന് തിളച്ചോട്ടെ. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നല്ലോണം തിളക്കാൻ വിടുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളെ, അതവിടെ തിളച്ചോളും. തിളച്ചതിന് ശേഷം ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. കണ്ടോ, എല്ലാം കൂടി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളെ ചായപ്പൊടി ഏതായാലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ചായപ്പൊടി ഇതാണ്, നല്ല ചായപ്പൊടിയായത്. അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്, പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ചായപ്പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് അത് നല്ലോണം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 3/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കൊണ്ട് ചിലരെ സ്റ്റൗന്ന് തിളച്ച് വരൂലേ, അത് നോക്കണം. അടുത്ത് തന്നെ നിൽക്കണേ, പാലാണ് ആൾ തിളച്ച് തൂവിപ്പോവും. അപ്പോൾ അതാ നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ വെല്ലത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളെ ആവശ്യത്തിനുള്ളത് ചേർക്കാം, ഏതായാലും പഞ്ചസാര ആയാലും വെല്ലമായാലും. നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മൊത്തത്തിലൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരും. ആ സമയമാകുമ്പോഴത്തേക്ക് കണ്ടോ. ഇനി ഇതൊന്ന് അരിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാലൊഴിച്ച കപ്പ് തന്നെയാണ് ഒഴിക്കുന്നത്. അതാ കപ്പിൽ പാലിൻ്റെ കളറ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇനി ഇതൊരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം. ആറ്റിയിട്ടൊരു പത വരാനുണ്ട്. ആ പതയാണ് ഈ ചായേൻ്റെ ടേസ്റ്റ്. അത് കുടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചായ നല്ലോണം ആറ്റണേ. ആറ്റി അങ്ങ് തണിച്ച് കളറ് ഒരൊത്ത പോലെ നല്ലോണം 2-3 പ്രാവശ്യം ആറ്റിയാലും മതി ചിലർക്ക്. അത് നിങ്ങളെ ഇഷ്ടം. കണ്ടില്ലേ, നല്ല പത വരുന്ന നല്ല അടിപൊളി ചായ റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.